ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സൗണ്ട് കുറച്ചിട്ടോ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ഫ്രൂട്ട് ബേയിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നെയ് മീറ്റിംഗ് ചലഞ്ചാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നെയിം എന്ന് പറയുന്നത് ഋതു എന്നുള്ള നെയിമാണ്. അപ്പോൾ നമുക്ക് ഋതുവിൽ ഫസ്റ്റ് RIDHU ഇത്രയും കഴിക്കാൻ. ഫസ്റ്റ് 6 കഴിക്കാം. 6 നമ്മളിവിടെ എടുത്തേക്കുന്നത് മെയിൻ ഐറ്റമായിട്ടുള്ള റാസ്ബെറിയാണ്. റാസ്ബെറി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് അങ്ങനെ നമ്മുടെ ബെറിയപ്പിലെ റാസ്ബെറി എന്ന് പറയുന്ന ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട് ബേക്കറുടെ സിഗ്നേച്ചർ സാധനമാണിത്. ഞാൻ 5 വർഷം മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പം ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് കഴിച്ചതാണ്. സത്യം പറയാലോ, ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്നത്തെ ടേസ്റ്റ് ഞാൻ മറന്നേ പോയായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചാണ് ഇത് ഓർഡർ ചെയ്തത്. ഇതിന് ഒരുമാതിരി പുളിയും എനിക്കെന്തോലും ഇഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അന്ന് ഭയങ്കര ട്രെൻഡ് സാധനമായിരുന്നല്ലോ. പിന്നെ ഞാൻ എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കേട്ടോ. ഇതിനകത്ത് യോഗേട്ട്, ഐസ്ക്രീം, ക്രഞ്ചീസ് അതൊക്കെ വരുന്നുണ്ട്. ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് ടീയും കൂടി ഉണ്ട്. ഋതുവിൻ്റെ ടീ ഉണ്ട്. ടെൻഡർ കോക്കനട്ട് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഋതുവിൻ്റെ ടീ കഴിക്കാമേ. അപ്പോൾ 6 ടീയും. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളുടെ നെയ് മീറ്റിംഗ് ചലഞ്ചിൽ ഋതു എന്നുള്ള പേരായിരുന്നു എടുത്തത്. ഞാൻ വെളിയിൽ നിന്നാണ് ആ വ്ലോഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ 6 കഴിച്ചു, ടീ കഴിച്ചു. 6 നമ്മുടെ ഫ്രൂട്ട് ബേ പോയിട്ട് ബെറിയപ്പിലെ റാസ്ബെറി കഴിച്ചു. പിന്നെ നമ്മൾ ടീയിലെ ടെൻഡർ കോക്കനട്ട് ഷേക്കും കഴിച്ചു. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ വീട്ടിൽ വന്നു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കിനും ചായയുടെ കൂടെ നല്ല ഉഴുന്നുവട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് നമ്മൾ ഋതുവിൻ്റെ ലാസ്റ്റ് അക്ഷരമായ യു കഴിച്ചാലോ എന്ന്. അങ്ങനെ നമ്മൾ യു കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഉഴുന്നുവട എടുക്കട്ടെ. ഓക്കേ, അപ്പം ഋതുവിൻ്റെ യു കഴിക്കാൻ പോകുന്നു, ഉഴുന്നുവട. ഇനി നമുക്ക് I ഉണ്ട്, H ഉണ്ട്. ഇത് രണ്ടും കഴിച്ചാൽ നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പം Iക്ക് ഞാൻ എന്താ എടുക്കാൻ പോകുന്നതെന്ന് വഴിയെ കാണിക്കാമേ. ഇത് നമുക്ക് ഫിനിഷ് ആക്കാം. സോറി ഗൈസ്, ഞാനൊരു പഴവും കൂടി എൻ്റെ കൂടെ കഴിക്കുകയാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവടയുടെ കൂടെ പഴവും കൂടി കഴിക്കുന്നത്. അപ്പം അത് ഒന്ന് ക്ഷമിച്ചേക്കണേ. ഞാനൊരു പഴം കഴിക്കും, ഒരു വട കഴിക്കും, എന്നിട്ട് അത് രണ്ടും കൂടി പാലിടുന്നു. തിന്നുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ പരിപ്പ് വടയും പഴവും നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായി. 5 മണിക്കാണ് ഞാൻ കഴിച്ചത്. പിന്നെ മറ്റേത് കഴിച്ചതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണി ആ സമയത്താണ് കേട്ടോ. 6 ടീയും കഴിച്ചത് ഉച്ചയ്ക്കാണ്. 5 മണിക്കാണ് ഇപ്പം ഞാൻ യു കഴിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എച്ചും അയ്യും കഴിക്കാം. ഒറ്റയടിക്കാൻ നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ് താങ്ങൂല. അപ്പം യു കംപ്ലീറ്റഡ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ലെറ്റർ കഴിക്കാനുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ കാവടിയാട്ടമായിരുന്നു. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഞാൻ അമ്പലത്തിലോട്ട് പോയിട്ടില്ല, കണ്ടിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് L ആണ്. സോറി ഋതുവിൻ്റെ എച്ച്. ഓക്കെ, എച്ച് ഞാൻ മറന്നുപോയി. അപ്പോൾ എച്ചിന് ഞാൻ ഇതാണ്ട് സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹൽവയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ്ട് നല്ല
ബ്ലാക്ക് കളറിലെ ഹൽവ ഉണ്ട്. നമ്മൾ സാധാരണ അലുവ എന്നാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ ശരിക്കുള്ള നാമരൂപം ഹൽവ എന്നാണെന്ന് എനിക്കറിയാം. ഓക്കെ, നമുക്ക് ഹൽവ കഴിച്ചാലോ? നമുക്ക് എച്ച് അങ്ങ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ യു. ഭയങ്കര മധുരം കേട്ടോ. മധുരം കഴിക്കാനേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. എന്തായാലും നമുക്ക് എച്ച് തീർക്കണം. ഇനി ലാസ്റ്റ് അക്ഷരമുണ്ട് ഐക്ക് ഞാനൊരു വെറൈറ്റി ഐറ്റം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാണിക്കാതെ നമുക്ക് ഇത് തീർത്തിട്ട് ഐ കൂടി തീർക്കാം. ഭയങ്കര മധുരം കേട്ടോ. ഇങ്ങനെ ഓവർ മധുരം ഇപ്പം ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഋതുവിൻ്റെ 6 കഴിച്ചു. 6 നമ്മൾ ബെറിയപ്പിൽ നമ്മൾ ഫ്രൂട്ട് ബേ പോയി ബെറിയപ്പിൽ റാസ്ബെറി കഴിച്ചു. പിന്നെ നമ്മൾ യു നമ്മൾ ഉഴുന്നുവട കഴിച്ചു. ടീയിൽ നമ്മൾ എന്തായിരുന്നു ടെൻഡർ കോക്കനട്ട് ഷേക്ക് കഴിച്ചു. ഇപ്പം തന്നെ എച്ചിൽ ഹൽവ കഴിച്ചു. ഇനി ലാസ്റ്റ് അക്ഷരമായ ഐക്ക് ഞാൻ ഒരു സാധനം എടുത്തിട്ട് വരാമേ. ബാ ഗൈസ്, ഐ ഫോർ ഐസ് കട്ട. എനിക്കിവിടെ ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഇനി അതിനൊന്നും വയ്യ ഗൈസ്. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐസ് കട്ട എടുത്ത് കഴിക്കാൻ പോവുകയാണ്. കിട്ടി. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഐ കംപ്ലീറ്റഡ് ആവാൻ പോവാണ്. ഐസ് കട്ട മൊത്തത്തിൽ വായിലിടാൻ പറ്റൂല. പണ്ടൊക്കെ ഇങ്ങനെ ഐസ് കട്ട എടുത്ത് തിന്നുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ഇത് കഴിക്കണേ കുറച്ച് നേരം പിടിക്കും ഗൈസ്. നമുക്കിത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ ഗൈസ്, എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഐസ് കട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റഡ് ആക്കാം ഗൈസ്. സോ ഐ ഫോർ ഐസ് വാട്ടർ ആൻഡ് ഐസ് കട്ട. എന്തായാലും ഇത്രയും ഫുഡല്ല കഴിച്ചത്, അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി കുടിച്ചാൽ ഇറ്റ്സ് ബെറ്റർ. Done. സോ ഗൈസ്, നമ്മുടെ നെയ് മീറ്റിംഗ് ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ലെറ്ററും കഴിച്ചു. പെട്ടെന്ന് എടുത്തുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളൊക്കെ കാണും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടുത്തൊരു നെയിം നമുക്ക് കഴിക്കണം. സോ നിങ്ങളത് സജസ്റ്റ് ചെയ്യൂ, ഞാൻ കഴിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നിള. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം